അമ്മ ഷത്തുഹു. അപ്പോൾ ഷത്തുഹ് എന്ന് പറഞ്ഞാൽ ഈ ഷത്തുഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹഖീഖത്ത് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുക്കൽ ഷത്തുഹ് എന്ന് പറഞ്ഞാല് കലാമുൻ യുഅബ്ബിറു അൻഹുൽ ലിസാനു, നാവ് ഒരു കലാമാണ്. കലാം അതിനെ തൊട്ടെന്തായി ഇബാറത്തിടും. അങ്ങനെ മഖ്റൂനും ബിദ്ദഅവ, എന്താണോ വാദമെങ്കിൽ ആ വാദത്തിനോട് അന്വരിച്ച് വരുന്ന ഒരു ഭാഷ ഉണ്ടാവും. അങ്ങനെ അന്വരിച്ച് വരുന്ന ഒരു ഇബാറത്തിടാൻ പറ്റുന്ന കലാമാണ്. അതിനെ വാസ്തവത്തിൽ ത്വരീഖത്തുകാർ എന്താവൂല, ഇഷ്ടപ്പെടൂല. എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കലാമാണ് ഷത്തുഹ്. ഫനഅനീബിഹി, ഈ ഷത്തുഹ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിൻഫൈനി മിനൽ കലാമി, കലാമിന് രണ്ട് ഭാഗമാണ്. അഹദസഹു ബഅദു സൂഫിയ്യ, അത് ഈ ഷത്തുഹ് ആരുണ്ടാക്കി തീർത്തു? സൂഫിയാക്കളിൽ ചില ആൾക്കാരുണ്ടാക്കിയതാണ്. അങ്ങനെ കലാമിൽ നിന്ന് രണ്ട് ഭാഗമായിട്ടാണ് ഷത്തുഹ് നമ്മൾ കരുതുന്നത്. അഹദുഹുമ, രണ്ടിലൊന്ന് അള്ളാഹുവിനോട് കൂടെയുള്ള പ്രേമത്തിൽ അങ്ങ് വിശാലമായി നീണ്ടു നിൽക്കുന്ന ഒരു വാദം, ഇതാണ് ഒന്ന്. പിന്നെ വിസാൽ മുഹനി അൽമാരി, സറ കൊണ്ട് കൽപ്പിക്കപ്പെട്ട എന്തെല്ലാം നിസ്കാരാദി കർമ്മങ്ങളുണ്ട്, അതിനെ തൊട്ടൊക്കെ ആവശ്യം തീർക്കുന്ന അള്ളാഹുമായുള്ള ബന്ധം, ഇതാണ് ഒന്ന്. എത്രത്തോന്ന് വെച്ചാൽ അവസാനം ഇങ്ങനെയുള്ള ഒരാള് പ്രേമിച്ചിട്ട് അള്ളാഹുടെ കൂടെ എത്തി എവിടെ എത്തും? അത്താ യന്തഹിയ ഖൗമുൻ ഇലാ ദഅവൽ ഇത്തിഹാദ് വർതിബാൽ ഹിജാബ്, അള്ളാഹുമായി കണ്ടുമുട്ടാൻ പറ്റാത്ത മറ എന്താണ്? അത് ഉയർന്നുപോയി, നേരിട്ട് അള്ളാഹിനെ കാണാം. പിന്നെ അള്ളയോടുകൂടെ ഹുലൂലും ഇത്തിഹാദും, അതിന്റെ കൂടെ അള്ള ഉണ്ട്, ഇതിൽ അള്ള ഹാജറായിട്ടുണ്ട് എന്നൊക്കെ ഇത്തിഹാദും ഹുലൂലും ബാധിക്കുക. രണ്ടും ഒന്നാണ്, രണ്ടും രണ്ടല്ല എന്നിത്യാദി വാദങ്ങൾ. ഇങ്ങനെ അദ്വൈത സിദ്ധാന്തം വാദിക്കും. അത്തരം വാദത്തിലേക്ക് എത്തിച്ചേരുന്ന അതുവരെ പോകല്. അവർക്ക് നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, എനിക്കെല്ലാം ഹലാലാന്നൊക്കെ പറയും. ഇതാണ് പോലെ വൽ മുഷാഹദത്തി ബിർറുഅയ്യത്തി, നേരിട്ട് കണ്ണുകൊണ്ട് അള്ളാനെ കാണുക. വൽ മുസാബഹത്തി ബിൽ ഖിതാബ്, നേരിട്ട് അള്ളയുമായുള്ള അഭിമുഖ സംഭാഷണം എന്നിത്യാദി കാര്യങ്ങളിലേക്ക് ഈ ജനതയുടെ വാദം എത്തും. അത്രത്തോളം ആയിരിക്കും വാദം. എന്നിട്ട് വല്ലെന്ത് പറയുമ്പോ യഖൂലൂന, ഇങ്ങനെ വാദിക്കുന്ന ആൾക്കാർ പറയും തീരല്ലതാ കഥ ഒക്കുൽനാ കഥ, നമ്മൾ ഇന്നാലിനൊക്കെ പറഞ്ഞു, ഇന്നാലിനതൊക്കെ നമ്മോട് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ടോ വയതശബ്ബഹൂന ബിഹി ബിൽ ഹുസൈൻ ബിൻ മൻസൂർ ഹല്ലാജ് എന്ന് പറയുന്ന ആളോട് ഇവർ ഈ വിഷയ സാദൃശ്യമാകും. ഹുസൈൻ ബിൻ മൻസൂർ ഹല്ലാജ് എന്ന് പറയുന്ന ആൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഞങ്ങളും പറയുന്നു. അല്ലവി, എങ്ങനത്തെ ഹുസൈൻ എന്നവര് സുലിമ മഹാനവറുകളെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അജലി ഇത്തിലാഖി, മൂപ്പരുടെ സംസാരം കാരണം, കലിമാത്തിൻ മാദൽ ഇൻഷി, ഇവിടെ പറഞ്ഞ അദ്വൈതവാദം അനൽ ഹക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരം വാദങ്ങൾ എന്തായി പറഞ്ഞുപോയി. അത് മൂപ്പര് പറഞ്ഞ യഥാർത്ഥമാണെങ്കിലും കേൾവിക്കാർക്ക് അത് മോശമല്ലേ. അപ്പൊ അങ്ങനത്തെ ചില വാദങ്ങൾ ഉപയോഗിച്ചപ്പോൾ അത് കാരണമായി അന്നത്തെ പണ്ഡിതന്മാര് മൂപ്പര് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഇത് കുഫറിന്റെ വചനമാണ്. അതുകൊണ്ടാണ് മൂപ്പര് കാഫറ എന്നല്ല, പറഞ്ഞ വാക്കങ്ങനെ. അതുകൊണ്ട് ഹുസൈൻ അങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് മൂപ്പരോട് സാദൃശ്യമായി അനലാക്കെന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ലേ, അതിനോട് വാദം തെളിപിടിച്ചിട്ട് പോലും ഇങ്ങനെ പറയും. ഇങ്ങനെ കുറെ വാദങ്ങളുണ്ട്. മാത്രമല്ല ഒബിമാ ഒക്കിയ അൻ അബി യസീദ് ഇസ്ലാമി, അബി യസീദുൽ ഇസ്ലാമി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒന്നുണ്ട്. എന്താണത്? അന്നവുകാല, നിശ്ചയമായിട്ടും മഹാൻ പറഞ്ഞു അത്രേ, സുബ്ഹാനി സുബ്ഹാനി എന്ന് മൂപ്പര് പറഞ്ഞു. അതൊക്കെ എന്താ അള്ളാഹ്ക്കുള്ള സിഫത്തല്ല, അതൊക്കെ മൂപ്പര് പറഞ്ഞു സുബ്ഹാനി സുബ്ഹാനി, ഞാൻ പരിശുദ്ധനാണ്, ഞാൻ പരിശുദ്ധനാണ് എന്നല്ല പറഞ്ഞേ. ഇങ്ങനെ അബൂ യസീദ് തങ്ങൾ പറഞ്ഞിട്ടില്ലേ, അപ്പൊ ഞങ്ങൾക്കും പറഞ്ഞൂടെ? ഇതൊക്കെ തെളിപിടിച്ച് വാദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ പറഞ്ഞ വചനം ഫന്നുമിനൽ കലാമി, അതൊരു കലാമിൽപ്പെട്ടൊരു ഭാഗം തന്നെയാണ്. എങ്ങനത്തെ കലാം? ഫന്ന് അവീമുൻ വററുഹുൽ അവാമി, പൊതുജനങ്ങളിൽ പൊതുവെ ഇത് പ്രയാസം സൃഷ്ടിക്കും. അങ്ങനെയുള്ള ഒരു ഫന്നാണ് ഈ ഫന്ന്. അത് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട്
സാധാരണക്കാർ നാശത്തിലാണ്. ഹത്താ തറക്ക് ജമാഅത്തും മിൻ അഹ്ലിൽ ഫല്ലാഹത്തി, എത്രത്തോളം വെച്ചാൽ ഹത്താ തറക്ക് ജമാഅത്തും മിൻ അഹ്ലിൽ ഫല്ലാഹത്തി, കൃഷിക്കാർ ഫലാഹത്തും അവർക്കുള്ള കൃഷിയൊക്കെ അവർ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത്രത്തോളം എത്തിയിരുന്ന ചില ആൾക്കാർ ഇത് പറഞ്ഞിട്ട് ഒരു വഴിക്കാക്കുക. എന്നിട്ടോ അൽഹറുമിത്തിലെ ആദിക്ക് ദാവ, ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ അവർ പ്രകടമാക്കാൻ തുടങ്ങി. സാധാരണക്കാരല്ല കൃഷിക്കാർ ഓലി വാദം ഏറ്റെടുത്തു, ഇങ്ങനെ മതിയല്ലോ എന്ന് പറഞ്ഞ്. ഫഇന്നഹാദൽ കലാം, എന്നാൽ ഈ പറഞ്ഞ അനലാക്കും സുബാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രകൃതിയാൽ അത് വേറെ നശിക്കാൻ പറ്റും. നല്ല രസമാണ് കേൾക്കാൻ. എന്തുകൊണ്ട്? ഇരുവികിൽ ബത്താലത്തു അഴിമാലി, ഇതിൽ കർമ്മങ്ങളെ തൊട്ട് മോശമാക്കൽ, കർമ്മ തൊട്ട് ഒഴിവാവലുണ്ട്. എന്തോടുകൂടെ? മാതസ്യത്തിൻ നഫ്സി, ശരീരം മനസ്സൊക്കെ ശുദ്ധിയായിക്കണ്. എന്തുകൊണ്ട്? ബിദറക്കിൽ മഖാമാത്തി വൽ അഹ്വാൽ, അവസ്ഥകളും സ്ഥാനമാർഗവും ഉയർന്നു കിട്ടിയില്ല. ആ ഒരു പദവിയിലേക്ക് എത്തിയത് കൊണ്ട് മനസ്സൊക്കെ സാറായി, കൽബൊക്കെ ശുദ്ധമായി. അങ്ങനെ തസ്കിയത്തോടുകൂടെ അമലൊന്നും നീ വേണ്ട എന്നൊരു വാദം ഇതിലുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ എത്ര രസമായിരിക്കും എന്നാണ്. അപ്പൊ പല തഹജുദുൽ അഗ്ബിയാവും ഇത്തരം വാദങ്ങൾ വാദിക്കുവാൻ സ്വന്തം ശരീരത്തിന് വേണ്ടി ഇങ്ങനെയുള്ള വാദങ്ങൾ വാദിക്കുന്ന തൊട്ട് വിഡ്ഢികളായ ആൾക്കാർ അശക്തന്മാരാവൂല, ഒരു വാദിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല വലാൻ തൽക്കലിമാത്തിൻ മുഖ്ബിത്തത്തിൻ മുതഖലിഫത്തിൻ, പ്രൗഢി കൂട്ടുന്ന, മൊഞ്ചു കൂട്ടുന്ന, എന്തൊക്കെ ബാത്തിലാക്കുന്ന, അപകടം പിടിച്ച ചില വചനങ്ങളൊക്കെ, അത്തരം വചനങ്ങളൊക്കെ എന്താണ് ഇവര് പൊറിച്ചെടുക്കും. അങ്ങനെ കണ്ടുമുട്ടാൻ തൊട്ട് പ്രസക്തന്മാരാവൂല. അപ്പൊ ഇബാത്തും ഉണ്ടാലോ ഒന്നും ഉണ്ടാലോ ഇങ്ങനത്തെ വാദത്തൊക്കെ നടക്കും. ഇതാണ് ഒന്ന്. ഇത് അപകടം പിടിച്ചൊരു വാക്കാണ്, അത് ശരിയാവൂല. പിന്നെ പല മഹമ അങ്കറ അലൈവമഹമ ഉങ്കിറ അലയും ധാരിക്ക, ഇതെങ്ങാനും അവിടെ മേലെ നിഷേധിക്കുകയാണ്, ഇത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വല്ലപ്പോഴും പറഞ്ഞാൽ ലം യഅ്ജുസു അൻ യഖൂലു, ഈ സംഗതി പറയുന്ന തൊട്ട് അവിടെ അശക്തന്മാർ ഓല് പറഞ്ഞുകൊണ്ടിരിക്കും. ഓലതിന് ഒഴിവാകൂല എന്നർത്ഥം. അത് ശരിയല്ല, അല്ലാതെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അബൂയൽ ബിസ്താൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതുപോലെയാണ്, ഞങ്ങൾ നിസ്കരിക്കണ്ട, ഞങ്ങൾ അള്ളയുമായി എത്ര കറക്റ്റ് ഉണ്ട്, അത്ര ബന്ധാണ്, നോമ്പൊന്നും വേണ്ട, ഇബാത്തൊന്നും വേണ്ട, ഞാൻ അത്ര ഉയർന്നവരുന്ന വാദമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. വാദ ഈ പറഞ്ഞത് ഇങ്കാറും, ഇതൊരു ഇങ്കാറല്ലേ? മസ്ദറു, ഈ പറഞ്ഞ ഇങ്കാറൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാ? അൽ ഇൽമു വൽ ജദൽ, അറിവും തർക്കമാണ്. വൽ ഇൽമു, ഇൽമു എന്ന് പറഞ്ഞാൽ ഹിജാബിന് മറയാണ്. വൽ ജദൽ, തർക്കം എന്ന് പറഞ്ഞാൽ അമലുൻ നഫ്സി, ശരീരത്തിന്റെ കർമ്മമാണ്. കുറച്ച് അറിവൊക്കെ പഠിച്ച് തർക്കിക്കാൻ നടക്കുക. ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാക്കി തീർക്കുമ്പോഴാണ് ഇത്തരം വാദം ഉന്നയിക്കുക. ഈ വാദം ഉന്നയിക്കുമ്പോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻകാർ ചെയ്യാൻ നോക്കും. അങ്ങനെ അപകടം പിടിച്ച പണിയാണ് നടത്തുന്നത്. ഹാദൽ ഹദീസ്, എന്നാൽ ഈ പറഞ്ഞ സുബ്ഹാനി പോലത്തെ വാക്കുകളൊന്നും ഉണ്ടാവൂല. ലാ യലൂഹു, അത് വെളിപ്പെടൂല. ഇല്ലാ മിനൽ ബാത്തിലി, ഉള്ളിൽ നിന്നല്ലാതെ. ബിമുകാശബത്തിനൂരിൽ ഹഖ്ഖത്താലാന്റെ നൂറ്, അത് വെളിപ്പെട്ട് കിട്ടും. ആ നൂറ് വെളിപ്പെടുക എന്നതുകൊണ്ട് മാത്രം ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഈ വാക്കുകളൊക്കെ. ആദാവമിസിലും, അപ്പോൾ ഇതും ഇതുപോലത്തതൊക്കെ മിമ്മ ത്വാറബിൽ ബില്ലാദി ശററുഹു വഅൽവബിൽ അവാമി വററുഹു, നാടുകളിൽ ഇതിന്റെ നാശം വളരെ വ്യാപകമായിട്ടുണ്ട്, പൊതുജനങ്ങളിൽ ഇതിന്റെ പ്രയാസം വലുതായിട്ടുമുണ്ട്. അത്തരം കാര്യപ്പെട്ടതാണ് ഇതൊക്കെ. എത്രത്തോന്ന് വെച്ചാൽ അത്താമൻ നത്തഖബി ശൈഇൻ മിൻഹു, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരുത്തരം ഒഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അത്രത്തോളം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാക്ക് അരലാക്കുന്നോ സുബ്ഹാനി സുബ്ഹാനി എന്നൊക്കെ ആരെങ്കിലും ഒഴിഞ്ഞാല് ഇപ്പൊ കാത്തുലു, അവരെ കൊന്നുകളയുക അഫ്ദലു, നല്ലതാണ്. ഈ ദീനിലായി അള്ളാന്റെ മതത്തിൽ മിന്നിയായി അശ്രത്തിൽ, ഒരു 10 ആളെ ജീവൻ നൽകി ജീവിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരം വാദക്കാരെ കൊന്നുകളയലാണ്. ഇവിടെ അപകടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പറയാനുള്ളത് അബൂ യസീൽ ബിസ്താമി അല്ലേ. അപ്പൊ അമ്മ അബൂ യസീൽ ബിസ്താമി മഹാനവറുകള് ലാ യസിഹു അൻഹുമായുക്ക, അദ്ദേഹത്തെ തൊട്ട് സുബ്ഹാനി സുബ്ഹാനി എന്ന് പറയുന്നുണ്ടെന്നാണ് ഇക്കാലത്തുണ്ടല്ലോ. ആ ഇക്കാലത്ത് ശരിയല്ല. എന്താണ്? വൈൻ സമിഅദാലിക മിന്നു, ഇനി വൈൻ സുമിഅദാലിക മിന്നു, അദ്ദേഹത്തിൽ നിന്ന് അത് കേൾക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും
സംഗതി ശരിയല്ല. എന്താ കാരണം? പരഅല്ലവക്കാണെങ്കിൽ ഹക്കിഹി അനില്ലാഹി അസ്സവജല്ല ഫീ കലാമിൻ യുറദ്ദിദു ഫീ നഫ്സി, തന്റെ മനസ്സിന്റെ അകത്തളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വചനത്തിൽ അള്ളാഹു തആലയെ തൊട്ട് അങ്ങനെ മൂപ്പർ ഉദ്ധരിക്കുന്നതായേക്കാലോ. അല്ല മൂപ്പർ വക വരല്ല, അങ്ങോട്ട് ഉദ്ധരിക്കണത് ഇത്രയല്ലേ ഉള്ളൂ. ഏതുപോലെ കമാ ലൗ സുമിഅ, കേൾക്കപ്പെടുകയാണെങ്കിൽ, ഓവ എത്തരത്തിൽ അദ്ദേഹം യഖൂലു, മഹാൻ പറയുന്നു, ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദുനി എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും അവസ്ഥ? അത് അള്ളാഹത്തോട് ഉദ്ധരിച്ചു പറഞ്ഞു എന്നല്ലേ, അല്ല മൂപ്പര് പറയാൻ മൂപ്പരെ പറ്റി പറയലല്ലോ എന്നതുപോലെ കരുതിയാൽ മതി. കാരണം എന്താ? ഇന്നഹുമാക്കാന യംബഗി അൻ യുഫ്ഹമ മിന്നു ദാലിക, മഹാന്മാരിന്ന് ഇതുപോലത്തത് മനസ്സിലാക്കലൊന്നും പറ്റൂല. ഇല്ലാ അലാ സബീൽ ഹിക്കായത്തി, ഇതൊക്കെ ഒരു ഹിക്കായത്ത് ഉദ്ധരണി എന്ന വഴിയിലൂടെ അല്ലാതെ മറ്റൊന്നും നമുക്ക് മനസ്സിലാക്കാൻ അവിടെ പറ്റൂല എന്ന്. അത് ഇങ്ങനെയുള്ള ഒരു ഇൽമാണ് ഷത്തുകിൽ ഒന്നാമത്തെ ഭാഗം. കള്ളവാദം ബാധിക്കും, ഇങ്ങോട്ട് അമലും വേണ്ട ഒന്നും വേണ്ട. ഇനി രണ്ടാമത്തെ സിൻഫ് എന്താ ഷത്തുകില്, അത് നമുക്ക് പിന്നെ പറയാം.